ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ മുൻ വീഡിയോകളിൽ കണ്ടിട്ടുണ്ട്, ഇവിടെ അണു മുതൽ അണ്ടകടാഹം വരെയും ചലനാത്മകമാണ്. ചലനം തന്നെയാണ് കർമ്മം. നമ്മളെല്ലാം കർമ്മം അനുഷ്ഠിക്കുന്നവരാണ്. കർമ്മം എന്തിന് അനുഷ്ഠിക്കുന്നു എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. പലപ്പോഴും നമ്മളൊന്ന് എല്ലാ മേഖലകളിൽ നിന്നും ഒന്ന് ഫ്രീ ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു, ഒന്ന് മുക്തമായിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, എല്ലാത്തിൽ നിന്നുള്ളൊരു മോചനം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, എല്ലാത്തിൽ നിന്നുള്ളൊരു മുക്തി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ആകത്തുകയിൽ ഇതിനെ പറയുന്ന പേരാണല്ലോ മോക്ഷം. ചുരുക്കത്തിൽ ആത്യന്തികമായിട്ടുള്ള മോക്ഷം കൂടി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. കൂടാതെ ഈ ജീവിതത്തിൽ ഒരു കെട്ടുപാടുകളും ഇല്ലാതെ സദാ ആനന്ദനിരതമായിരിക്കാൻ നാം ഏവരും ഉള്ളുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നത് സുഖത്തെ തന്നെയാണ്. ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ തദേതത് അശരീരത്വം മോക്ഷാഖ്യം എന്നുള്ളൊരു സൂത്രമുണ്ട്. അതായത് അശരീരത്വം അത് തന്നെയാണ് മോക്ഷം. ഇപ്പം ഈ ലോകത്തിൽ നാം ഈ ദേഹത്തിലിരിക്കുന്നു എന്ന് തോന്നുമ്പോഴൊക്കെ ഈ ശരീരം ഞാനല്ല, ഇതെൻ്റേതല്ല എന്ന വിചാരത്തിലേക്ക് നാം നമ്മെ എത്തിക്കണം. കാരണം ശരീരം ഇല്ലാതെയാവുകയാണ് മോക്ഷമെന്ന് ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ ആചാര്യസ്വാമികൾ പറയുമ്പോൾ നമുക്കറിയാം, അശരീരി എന്ന് നമ്മൾ കേൾക്കുന്ന പദം ശരീരമില്ലാത്ത ശബ്ദം എന്നാണല്ലോ. ഇവിടെ പറയുന്ന അതല്ല, ശരീരമില്ലാതിരിക്കലാണ് മോക്ഷം എന്ന് പറയുന്നത്. അപ്പം ശരീരം, നമ്മുടെ ഈ ശരീരം എല്ലാ ദുഃഖത്തിനും കാരണമായിട്ടുള്ളത് ശരീരവും അതിലൂടെ തദ്വാര പ്രവർത്തിക്കുന്ന മനസ്സുമാണ്. ഇപ്പം നമ്മളിൽ സെറ്റായിരിക്കുന്നത് ഈ ശരീരം ഞാനാണ്, മനസ്സ് ഞാനാണ് എന്നുള്ളൊരു ചിന്തയുണ്ട്. ആ ചിന്തയെ അതിക്രമിക്കണമെന്നാണ് ശാസ്ത്രം ഉച്ചൈസ്തരം ഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഭഗവത്ഗീത 5-ാം അധ്യായത്തിലെ 23-ാമത്തെ ശ്ലോകത്തിലെ ഒരു ഭാഗമുണ്ട്, പ്രാക് ശരീര വിമോക്ഷണം. ഇപ്പം ശരീരത്തിൽ ജീവൻ പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കേവർക്കും സാധ്യമാണ് മോക്ഷം അഥവാ മോചനം, അല്ലെങ്കിൽ നമ്മളൊന്ന് ഫ്രീ ആയിട്ടിരിക്കുക എന്നുള്ളത് ആനന്ദ സ്വരൂപത്തോടു കൂടി ഇരിക്കുകയാണ്, സന്തോഷത്തോടു കൂടി തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഭാഗത്തേക്ക്, ഈ ഒരു ലക്ഷ്യത്തിലേക്ക്, ഈ ഒരു ഉദ്ദേശത്തിലേക്ക് അടുക്കണമെങ്കിൽ എന്തു വേണം എന്നുള്ളിടത്താണ് കർമ്മം എപ്രകാരം ചെയ്യണം, കർമ്മം എന്തിനു ചെയ്യണം എന്നുള്ളതിൻ്റെ പ്രസക്തിയുള്ളൂ. അപ്പം കർമ്മം യജ്ഞഭാവനയോടുകൂടി ചെയ്യുമ്പോൾ ഏകാഗ്രമാവുകയും ചിത്തശുദ്ധി ഉണ്ടാവും. തദ്വാര തൻ്റെ ആത്മസ്വരൂപത്തെ, ആത്മാനന്ദത്തെ തിരിച്ചറിയാൻ നമുക്ക് കഴിയും. ഒരിക്കൽ കൂടി ഉറപ്പിച്ച് നമുക്ക് പറയാം, എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പണമായിട്ട് യജ്ഞഭാവനയോടുകൂടി ചെയ്യുക. നമുക്ക് ഏവർക്കും നമ്മുടെ ജന്മാവകാശമായിട്ടുള്ള തങ്ങളുടെ തന്നെ സ്വത്വത്തിലേക്ക് എത്തപ്പെടാനുള്ള, ആനന്ദത്തിലേക്ക് എത്തപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും വ്യക്തമായി തെളിഞ്ഞു കാണുന്നുണ്ട്. അത് തെളിച്ചു തരുന്നുണ്ട് ശാസ്ത്രവും ഗുരുപരമ്പരയും. എല്ലാവരെയും ഗുരുപരമ്പരയും ജഗദീശ്വരനും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരി ഓം.